ആകാശത്ത് അത്യപൂർവമായ ഒരു കാഴ്ച കണ്ട് അമ്പരന്നു ശാസ്ത്രലോകം. മറ്റൊരു സൗരയൂഥത്തിന്റെ അകത്തളത്തിൽ അപൂർവമായ ഒരു പ്രതിഭാസമാണ് ദൃശ്യമായത്. ഒരു അപൂർവ വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. 50,000 വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ആകാശത്ത് ദൃശ്യമാകുന്ന വാൽ നക്ഷത്രം. സൂര്യനെ വലം വയ്ക്കുന്നത് ഈ വാൽ നക്ഷത്രം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനമായി ഈ വാൽനക്ഷത്രം ഭൂമിയിലെത്തിയത് 1,00,000 വർഷം മുൻപാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുകയും ചെയ്തു. അതിവേഗം ജ്വലിച്ചാണ് ഇവ എത്തിയത്. ഇത് സഞ്ചരിക്കുന്ന പാതയിൽ തിളക്കമേറിയ ഒരു വാൽ പ്രത്യക്ഷപ്പെടും. ഒരു ആകാശ വിസ്മയം തന്നെയാവും ഇതിലൂടെ കാണാൻ സാധിക്കുക. സി ബാർ 2022 E3 എന്നാണ് ഇതിന്റെ പേര്. 2022 മാർച്ചിലാണ് ഇവയെ ആദ്യമായി കണ്ടെത്തിയത്. ജൂപ്പിറ്ററിന്റെ ഭ്രമണപഥത്തിലായിരുന്നു ഇവയെ കണ്ടെത്തിയത്. ഇതിനെ ഒരു വൈഡ് ഫീൽഡ് സർവേ ക്യാമറയാണ് കണ്ടെത്തിയത്. വിക്കി ട്രാൻസ്റെന്റ് ഫെസിലിറ്റിയുള്ള ക്യാമറയാണ് ഇത് പകർത്തിയത്. ഒരു വാൽനക്ഷത്രം ഈ വാൽനക്ഷത്രം ഒരു ഛിന്നഗ്രഹമാണെന്ന് കരുതിയാണ് ക്യാമറ പകർത്തിയെടുത്തത്. ഇത് സൂര്യനോട് അടുത്ത് വന്നതോടെ ശരീരം ചൂടാകാൻ തുടങ്ങി. മഞ്ഞിൽ കുതിർന്ന് തണുത്തു നിന്നിരുന്ന ഭാഗങ്ങൾ എല്ലാം ഉരുകിപ്പോയി. തുടർന്ന് ഇതിന് അസാധാരണമായ ഒരു വാൽ പ്രത്യക്ഷപ്പെട്ടു. സാധാരണ ഡാർക്ക് ഓർഗാനിക് പദാർത്ഥങ്ങൾ കൊണ്ടുള്ള പ്രതലത്തിൽ മഞ്ഞു മൂടിയാണ് വാൽനക്ഷത്രങ്ങളെ കണ്ടുവരാറുള്ളത്. ഡേർട്ടി സ്നോബാൾസ് എന്നാണ് ഇവയെ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പച്ച വാൽനക്ഷത്രത്തിന്റെ വിവരങ്ങൾ ടെലസ്കോപ്പിലൂടെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ സഞ്ചാര കാലയളവ് 50,000 വർഷമാണെന്ന് കണ്ടെത്തി. ഇത് ഒരിക്കൽ വന്നുപോയാൽ പിന്നീട് 1,00,000 വർഷം കഴിഞ്ഞേ തിരിച്ചെത്തൂ. ഇതിനു മുൻപ് ഭൂമിക്ക് മുകളിലൂടെയാണ് ഇത് സഞ്ചരിച്ചത്. അപ്പർ പാലിയോഥിലിക് കാലഘട്ടത്തിലാണ് ഇവയ്ക്ക് ഭൂമിയുടെ മുകളിലൂടെ സഞ്ചരിച്ചത് എന്നാണ് കണ്ടെത്തിയത്. ഈ സമയം ഭൂമിയിൽ ഇന്നത്തെ മനുഷ്യരില്ല. പകരം നിയാണ്ടർതാലുകളായിരുന്നു ജീവിച്ചിരുന്നത്. ഹോമോസാപ്പിയൻസ് ആദ്യ രൂപവും ഇവിടെ വിഹരിച്ചിരുന്നു. ഇന്ത്യയുടെ ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ് ആണ് ഈ വാൽനക്ഷത്രത്തിന്റെ ആദ്യ ചിത്രങ്ങൾ പകർത്തിയത്. ലഡാക്കിലെ ഹാൻലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഹിമാലയൻ ചന്ദ്ര ടെലസ്കോപ്പ്. സൂര്യനിലേക്കുള്ള യാത്രക്കിടെ അന്തർഭാഗത്തുള്ള ഗ്രഹങ്ങൾക്കിടയിലൂടെ ഈ വാൽനക്ഷത്രം സഞ്ചരിക്കുന്നു. ഈ വാൽനക്ഷത്രത്തിന്റെ സഞ്ചാരപഥം രേഖപ്പെടുത്തുന്നതിനിടെയാണ് ഇതിന്റെ ചിത്രങ്ങൾ പകർത്തിയത്.